ഹായ്. വേറൊരു നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കോഡ് വേറെ ഒന്നുമില്ല, നമുക്കറിയാം. നമുക്കെത്ര ഇത് നിലവിൽ വന്നപ്പോൾ 395 വകുപ്പുകൾ, 8 ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ, പിന്നെ 22 പാർട്ട് എന്നിവയാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇപ്പോൾ നിലവിൽ 12 ടേബിളും അല്ലെങ്കിൽ ഷെഡ്യൂളും 25 പാർട്ടും ഉണ്ട്. ആ 12 ഷെഡ്യൂളും നമുക്കൊന്ന് എങ്ങനെ മനസ്സിൽ വയ്ക്കാം എന്നാണ്. അത് എൻ്റെ സുഹൃത്ത് ഉണ്ണിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഉണ്ണി പ്രസ്സിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. എന്താണ്? അതായത് ഉണ്ണിക്ക് രാജ്യസഭാ സീറ്റിൽ ജയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ കഥയെല്ലാം പറയണത്. എൻ്റെ കൂട്ടുകാരൻ ഉണ്ണി രാജ്യസഭാ സീറ്റിൽ ജയിച്ചു. അപ്പോഴേ ഉണ്ണി പ്രസ്സിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ സീറ്റ് ജയിച്ചുകൊണ്ടാണ് ഉണ്ണി പ്രസ്സിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതാണ് സത്യപ്രതിജ്ഞ. രാജ്യസഭാ സീറ്റിൽ പുറകിലുള്ള ആൻറ്റിയായ ഉഷയുടെ അടുത്ത് മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ. ഓക്കെ? രാജ്യസഭാ സീറ്റിൽ പുറകിലുള്ള ആൻറ്റിയായ ഉഷയുടെ അടുത്തേ ഇരിക്കുകയുള്ളൂ. അടിപൊളിയല്ലേ? ഉണ്ണി കുറച്ച് ഞരമ്പായതുകൊണ്ടാണ് അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ അദ്ദേഹം ചെയ്തത്. ഉണ്ണി പ്രസ്സിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ സീറ്റിൽ പുറകിലുള്ള ആൻറ്റിയായ ഉഷയുടെ അടുത്തേ ഞാൻ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഉണ്ണി പ്രസ്സിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ സീറ്റിൽ പുറകിലുള്ള ആൻറ്റിയായ ഉഷയുടെ അടുത്തേ ഞാൻ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇത് സിമ്പിളാ. പട്ടിക 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യൻ യൂണിയൻ, അത്രേ ഉള്ളൂ. പ്രസ് എന്ന് വെച്ചാൽ പ്രസിഡൻ്റാണ്. 2-ാം പട്ടിക പ്രസ്സിൽ പോയി. 2-ാം പട്ടിക പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവർണർമാർ, പിന്നെ ലോക്സഭയിലെ സ്പീക്കറും സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർമാർ, ഇവരുടെ എല്ലാം ഭരണവും അധികാരവും ശമ്പളവും അലവൻസും ഇതെല്ലാമാണ് 2-ാമത്തെ പട്ടികയിൽ പെടുന്നത്. അതാണ് പ്രസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പിന്നെ സംസ്ഥാന നിയമസഭയിലെ എല്ലാത്തിലെയും അധ്യക്ഷന്മാരെന്ന സ്പീക്കറും, പിന്നെ രാജ്യസഭയിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഉപരാഷ്ട്രപതി. പിന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരും CAG അവരെല്ലാവരും വരും. ഇവരുടെ എല്ലാവരുടെയും ശമ്പളം, അലവൻസ്, അധികാരങ്ങളെല്ലാം ഇതിലാണ് 2-ാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പ്രസ്സിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ്. സത്യപ്രതിജ്ഞയാണ് 3-ാമത്തെ പട്ടിക. സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും എല്ലാം 3-ാം പട്ടികയിലാണ് പറയുന്നത്. ഓക്കെ, സത്യപ്രതിജ്ഞ ചെയ്തു. അടുത്ത് രാജ്യസഭാ സീറ്റിൽ എന്നാണ്. രാജ്യസഭാ സീറ്റിൽ 4-ാം പട്ടികയായി. രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ് 4-ാമത്തെ പട്ടിക. രാജ്യസഭാ സീറ്റിൽ പുറകിലുള്ള എന്നാണ്. പുറകിലെന്ന് വെച്ചാൽ പിന്നോക്കം. 5-ാം പട്ടിക എന്ന് പറഞ്ഞാൽ പിന്നോക്ക പ്രദേശങ്ങളും പിന്നോക്ക വർഗ്ഗക്കാരുടെ ഭരണവും നിയന്ത്രണവും എല്ലാം 5-ാം പട്ടികയാണ്. ഓക്കെ, 5-ാം പട്ടിക എന്ന് പറഞ്ഞാൽ പുറകിലുള്ള പിന്നോക്ക പ്രദേശങ്ങളും പിന്നോക്ക വിഭാഗക്കാരുടെ ഭരണവും നിയന്ത്രണവും ഇതെല്ലാം 5-ാം പട്ടിക പറയും. ആംറ്റിയായ എന്നാണ്. ആൻറ്റി എന്നല്ല, ആംറ്റിയായ ഉഷയുടെ അടുത്തേ ഇരിക്കുള്ളൂ. ആംറ്റിയായ. 6-ാം പട്ടിക പറയുന്ന ആംറ്റി ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര, അതിനെ എല്ലാം കൂടെ ചേർന്നാണ് AMMT എന്ന് ഞാൻ. ആംറ്റി. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണമാണ് 6-ാം പട്ടികയിൽ പറയുന്നത്. ആംറ്റി. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ പ്രദേശങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം ആൻറ്റിയായ ഉഷയുടെ അടുത്തേ ഇരിക്കുള്ളൂ എന്നാണ്. 7-ാം പട്ടിക. ഉഷ എന്ന് പറഞ്ഞാൽ US, അത് മാത്രം മതി. US യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും പിന്നെ കൺകറൻറ്റ് ലിസ്റ്റും വരുന്നത് 7-ാമത്തെ പട്ടികയിലാണ്. ഉഷയുടെ അടുത്തേ ഇരിക്കുകയുള്ളൂ 7-ാം പട്ടികയിൽ. ഇത്രയായപ്പോൾ എൻ്റെ കോഡ് കഴിഞ്ഞു. പക്ഷേ അടുത്ത കോഡ് പറയാം. അടുത്തെന്ന് പറയുന്നത് 8-ാം പട്ടിക എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ്. ലാംഗ്വേജ് എന്ന് LANGUAGE എന്നല്ലേ എഴുതുന്നത്. അതിൽ എത്ര അക്ഷരമുണ്ട്? 3, 6, 8 അക്ഷരമുണ്ട്. അപ്പോൾ 8-ാമത്തെ പട്ടിക എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ലാംഗ്വേജുകളെല്ലാം 8-ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് കോഡില്ല. ഫസ്റ്റ്, അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8 പട്ടികയല്ലേ ഉണ്ടായിരുന്നത്.
1951 1951 ആദ്യത്തെ ഭരണഘടന ഭേദഗതി നടന്നത്. ഒന്നാം ഭരണഘടന ഭേദഗതിയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ടു. 9ാം പട്ടിക എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമമായിരുന്നു. ഓക്കെ, ഭൂപരിഷ്കരണ നിയമമാണ് 9ാം പട്ടിക. അത് 1951 ഒന്നാമത്തെ ഭരണഘടന ഭേദഗതിയോട് കൂട്ടിച്ചേർത്തതാണ്. ഓക്കെ, അതപ്പോഴ് അതിന് കോഡില്ല, ഓർമ്മിക്കുക. അടുത്ത് 10ാം പട്ടിക സിമ്പിളാണ്. 10 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ കുരുതി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 20 വെള്ളിക്കാശിന് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ 10 വെള്ളിക്കാശാക്കി. കൂറുമാറ്റ നിരോധന നിയമമാണ് 10ാം പട്ടിക. കൂറുമാറ്റ നിരോധന നിയമം. 10 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. 10ാം പട്ടിക കൂറുമാറ്റ നിരോധന നിയമം. 11 പഞ്ചായത്ത് രാജ്. 11 പഞ്ചായത്ത് രാജ്. 11 നമ്മൾ റോമൻ ലെറ്ററിൽ എഴുതണ X1 എന്നല്ലേ, തിരിച്ചിട്ട് 1X എന്ന് എഴുതാമല്ലോ. 1X എന്ന് വെച്ചാൽ എന്താണ്? 9. 9ാമത്തെ പാർട്ടാണ് പഞ്ചായത്ത് രാജ്. പാർട്ട് ചോദിച്ചാൽ 9, പട്ടിക ചോദിച്ചാൽ 11. 11ാമത്തെ പട്ടിക പഞ്ചായത്ത് രാജ്, അങ്ങനെ പഠിച്ചാൽ മതി. 11ാമത്തെ പട്ടിക പഞ്ചായത്ത് രാജ്. 11ന് X1 എന്ന് എഴുതാം, തിരിച്ചിട്ട് 1X 9 ആണ് പാർട്ട്. 9 പാർട്ടാണ് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നഗരപാലികയാണ്. 12 എന്നോണം നഗരപാലിക. സിമ്പിളല്ലേ? ലാംഗ്വേജ് 8. ലാംഗ്വേജിൽ 8 അക്ഷരമുണ്ട്, അങ്ങനെയാണ് ലാംഗ്വേജ് വന്നത്. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ ഭൂപരിഷ്കരണം എന്ന ടേബിൾ 9ാം ടേബിളായിട്ട് ഉൾപ്പെടുത്തി. 10 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. 10ാമത്തെ പട്ടിക കൂറുമാറ്റ നിരോധന നയം. കൂറുമാറ്റ നിരോധന നയം അത് 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. 1985 52ാം ഭരണഘടനാ ഭേദഗതിയിലാണ് കൂറുമാറ്റ നിരോധന നിയമം 10ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതാ 11ാം പട്ടിക പഞ്ചായത്ത് രാജ്. 11 പഞ്ചായത്ത് രാജ്. X1 1X എന്ന് എഴുതിയാൽ 9 എന്ന് പറഞ്ഞാൽ 9th പാർട്ട് പഞ്ചായത്ത്. 12ാം പട്ടിക നഗരപാലിക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, അറിയാവുന്നത് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കേട്ടതിന് സന്തോഷം. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.